ഹായ്, ഇന്ന് നമ്മൾ പോകാനിരിക്കുന്നത് മുംബൈയിലെ തന്നെ സുപ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ്. സ്ഥലം ഏതാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് തന്നെ കാണാം. വണ്ടി ഒന്ന് ഫുള്ളായിട്ട് വാട്ടർ സർവീസ് ചെയ്യാനുള്ള നേരമായിട്ടുണ്ട്. പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും കള്ളന്മാരുമുള്ള മുംബൈ ധാരാവിയിലെ ഒരു ശരി ഞാനൊരൊറ്റ രാത്രി കണ്ടെടുത്തു. 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ കിടിലൻ ഡയലോഗിൽ പറയുന്ന ധാരാവിയാണ് ഈ കാണുന്നത്. എന്താണ് ശരിക്കും ധാരാവി? ആരാണ് ഇവിടുത്തുകാർ? കൊലപാതകങ്ങളും ഗുണ്ടകളും മാത്രമാണോ ധാരാവിയിലുള്ളത്? ആരെയും കൂസാതെ ആർക്കും ഉപകാരമില്ലാതെ ജീവിക്കുന്നവരാണോ ഇവർ? എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ധാരാവിയിലെ ചേരിക്കകത്ത് 10,000-ലേറെ വലുതും ചെറുതുമായ വ്യാവസായിക യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ രാജ്യത്തിനകത്തും പുറത്തുമായി പല വിപണികളിലായി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ടൈലറിംഗ് യൂണിറ്റുകളാണ്. ആയിരത്തി 1800-കളിൽ ധാരാവി ഒരു മുക്കുവ ഗ്രാമമായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്തവരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. എന്തെന്നെ പറഞ്ഞാലും വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതം പുലർത്തുന്നവരാണ് ധാരാവിക്കാർ. ഇവിടെ റോഡുകളിലും ഈ തെരുവുകളിലും കാണുന്ന കാഴ്ചകൾ അതിനെ സാക്ഷ്യം വഹിക്കുന്നതാണ്. സമ്പന്നരും ഉദ്യോഗസ്ഥരും വിദേശ ടൂറിസ്റ്റുകളും താമസിക്കുന്ന മുംബൈയുടെ ഉയർന്ന തെരുവുകളിൽ കാണുന്ന വൃത്തിയും വെടിപ്പും ധാരാവിയിൽ ഒട്ടും കാണാനില്ല. ധാരാവിൽ തന്നെയുള്ള ആശാരിമാരുടെ ഒരു കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു യൂണിറ്റിൽ നിറയെ ആശാരിമാരാണ്. എംബ്രോയിഡറി യൂണിറ്റാണ്. ഒരേ സമയം ഒരേ ഡിസൈൻ വസ്ത്രത്തിൻ്റെ പല ഭാഗത്തും തയ്ച്ചു തയ്യാറാക്കുകയാണ്.
നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന പോലത്തെ ഒരു ഭയപ്പെടുത്തുന്ന മുഖമല്ല ധാരാവിയുടെ. തികച്ചും വ്യത്യസ്തമാണ് യാഥാർത്ഥ്യങ്ങൾ. അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും ഓരോ ദിവസത്തെയും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുടെയും ഒരു ലോകമാണ് ഇവിടെ. റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് വീടുകളുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഹായ്. ധാരാവിയിലെ ഇടുങ്ങിയ ജനവാസ കേന്ദ്രങ്ങളാണ്. ഇവിടെയും ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നു. അധികവും ഒറ്റമുറിയുള്ള വീടുകളായിരിക്കും. എല്ലാവരും വെള്ളം ടാങ്കിലാക്കി ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. കുടിവെള്ളം ഇവിടെ ഇപ്പോഴും വലിയൊരു പ്രശ്നമാണ്. വെള്ളത്തിന് വേണ്ടിയിടുന്ന പൈപ്പുകൾ പൊട്ടിപ്പോവുകയും അനധികൃതമായ ആളുകൾ കൈവശപ്പെടുത്തുകയും മോഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ കുടിവെള്ളം വിജയകരമായി പൂർത്തിയാക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതെ പോകുന്നുണ്ട്. മുംബൈ ധാരാവിലെ തെരുവിൽ കണ്ട ഒരു പൊറോട്ടയാണ്. 1 kg ആണ് ഒരു പൊറോട്ട വരുന്നത്. 1 കിലോഗ്രാം തൂക്കം വരുന്നതാണ് ഒരു പൊറോട്ട. 80 rupees 1 kg, അതായത് 80 രൂപയ്ക്ക് 1 കിലോഗ്രാം പൊറോട്ട. അതായത് 1-2 കുടുംബത്തിന് ഈ ഒരു പൊറോട്ട മതി. ധാരാവിലെത്തിയപ്പോൾ ഇവിടെ പഴക്കച്ചവടമായിട്ട് ഒരു തമിഴ്നാട് സ്വദേശികളെ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരുപാട് തമിഴ്നാട് സ്വദേശികളുണ്ട്. തമിഴ്നാട് സ്വദേശികൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ ധാരാവിലുണ്ട്. അവരൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പേര്? സുരേഷ്. കുമാർ. സുരേഷും കുമാറുമാണ് തമിഴ്നാട് സ്വദേശികളായ. അവരിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഇവിടെ എത്ര വർഷമായി? 30 വർഷമായി. നാട്ടിൽ എங்கே? ദൂരെങ്ക? തിരുപ്പത്തൂർ. അപ്പോൾ എന്തായാലും ഇവരിവിടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ താമസിക്കുന്നത് മുംബൈയിലെ കൊളോബ എന്ന പ്രദേശത്താണ്. കൊളോബയിൽ ഞാൻ റൂം എടുത്തിരിക്കുന്ന തൊട്ട് താഴെയുള്ള ഫുൾ നിരത്ത് മുഴുവൻ കച്ചവടങ്ങളാണ്. നല്ല തിരക്ക് പിടിച്ച കച്ചവടങ്ങളാണ്. ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ കാണാം. റോഡിനരികിലുള്ള ഈ വരാന്തയിൽ നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, വാച്ചുകൾ, കണ്ണടകൾ, എല്ലാവിധ കച്ചവടങ്ങളും ഇവിടെ ഉണ്ട്. മുംബൈയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ യാതനയുടെയും ഒരു ഭാഗവും സമ്പന്നതയുടെയും പുരോഗതിയുടെയും മറ്റൊരു ഭാഗവുമായി മുടിക്കലർന്ന് ഇന്ത്യയിലെ ഹൃദയ നഗരമെന്ന വിശേഷണമായി മുംബൈ എന്നും നിലകൊള്ളുന്നു. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും മെസ്സേജുകളായും അറിയിക്കുക. ഇനി യാത്രയുടെ അടുത്ത വിശേഷങ്ങളുമായി വരുന്നത് വരെ ഗുഡ് ബൈ.